ഹായ് ഗെയ്സ്, വെൽക്കം ടു വീലിൻ. നമ്മുടെ ശാസ്ത്രലോകം അനേകം മികച്ച സംഭാവനകൾ നമ്മുടെ മനുഷ്യകുലത്തിന് നൽകിയെങ്കിലും അവരിൽ ചിലർ ചെയ്തിട്ടുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ പലപ്പോഴും വലിയ വിമർശനങ്ങൾക്ക് കാരണമായി മാറുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പും ശാസ്ത്രലോകത്തെ മികച്ച പ്രതിഭകളെക്കുറിച്ച് അനേകം വീഡിയോകൾ നടത്തിയിട്ടുണ്ട് എങ്കിലും നിങ്ങളിൽ പലർക്കും പരിചയമില്ലാത്ത ലോക ജനത മുഴുവനും അവരുടെ പാഠപുസ്തകങ്ങളിൽ പഠിക്കേണ്ടിയിരുന്ന ഒരു വനിതയുണ്ടായിരുന്നു. അവരുടെ പേരായിരുന്നു റോസ്ലിൻ ഫ്രാങ്ക്ലിൻ. വർഷം 1953 അവർ എക്സ്റേ ഡിഫ്രാക്ഷൻ ഉപയോഗിച്ച് ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. അതിലൂടെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ അറേഞ്ച് ചെയ്തിരുന്ന പ്യൂരിഫൈഡ് DNA മോളിക്യൂളുകളിലേക്ക് എക്സ്റേ കിരണങ്ങൾ പതിപ്പിക്കുകയും സ്കാറ്റർ ചെയ്യപ്പെട്ട എക്സ്റേ കിരണങ്ങൾ ഒരു നിഴൽ പോലെ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർ പകർത്തിയ ആ ചിത്രമായിരുന്നു ഫോട്ടോ 51. ഇതിൽ നിന്നുമായിരുന്നു DNA-യുടെ 3D ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവുകൾ ശാസ്ത്രലോകത്തിന് ആദ്യമായി ലഭിക്കുന്നതും. പക്ഷേ എന്നാൽ ഈ കണ്ടുപിടുത്തത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചതാകട്ടെ 3 പുരുഷന്മാർക്കായിരുന്നു. നമ്മളെല്ലാവരും പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്ന വാട്സണും ക്രിക്സും അതുപോലെ തന്നെ വിൽക്കിങ്സും. വർഷം 1958 ഒവേറിയൻ ക്യാൻസർ ബാധിതയായി റോസ്ലിൻ മരണമടഞ്ഞതിന് ശേഷം മാത്രമായിരുന്നു അവർ താങ്കൾ ചെയ്ത വർക്കിനന്ന് ഉപയോഗിച്ചത് റോസ്ലിൻ പകർത്തിയ ചിത്രങ്ങൾ മോഷ്ടിച്ചായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അന്നിവരും DNA-യുടെ സ്ട്രക്ചർ കണ്ടെത്തുവാനായി അനേകം ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവർക്കന്ന് സാധിച്ചിരുന്നില്ല. അപ്പോഴായിരുന്നു റോസ്ലിൻ പബ്ലിഷ് ചെയ്യാത്ത വർക്കിൽ നിന്നും ഈ ചിത്രങ്ങൾ അവർ ദുരുപയോഗം ചെയ്യുന്നതും. മരണാനന്തര ബഹുമതിയായി നൊബേൽ സമ്മാനം നൽകപ്പെടാത്തതുകൊണ്ട് തന്നെ ഇന്നും നമ്മൾ DNA-യുടെ സ്ട്രക്ചർ ആരാണ് കണ്ടെത്തിയത് എന്ന ചോദ്യത്തിന് വാട്സണും ക്രിക്സും അതുപോലെ തന്നെ വിൽക്കിങ്സിനെയും കുറിച്ച് പഠിച്ചുകൊണ്ടുമിരിക്കുന്നു. അങ്ങനെ റോസ്ലിൻ ഫ്രാങ്ക്ലിനെ പോലെയും നിക്കോളാസ് ടെസ്ലയെ പോലെയും അവരുടെ സ്വന്തം വർക്കുകൾ മോഷ്ടിച്ച് ശാസ്ത്രലോകത്ത് ഇടം പിടിച്ചിട്ടുള്ള മറ്റനേകം ശാസ്ത്രജ്ഞന്മാർ നമുക്കിടയിൽ വലിയ പേരുകളിൽ ഇന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും പറ്റുവാണ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ. എല്ലാവരും നന്നായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ഞാൻ നേരുന്നു.